അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ലൈലൻഡ് വണ്ടി തന്നെയാണ്. ഇന്ന് നമ്മൾ 54 യാർഡിലേക്കാണ് പോകുന്നത്. നമുക്കിന്ന് ഇപ്പോൾ ഈ വണ്ടിക്ക് ഒരു 3-4 ലോഡിനുള്ളൊരു ഓർഡർ ഇന്ന് വന്നിട്ടുണ്ട്. അതായത് ഇത് 200 അടി വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് 2 ലോഡ് മെറ്റലും 2 ലോഡ് എംസാൻഡും ആണ് നമുക്ക് നിറക്കാനുള്ളത്. ഒന്നാമത് ഇവിടുത്തെ കാലാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മഴയാണ്. ഇന്നിപ്പോൾ രാവിലെ കുറച്ച് നേരത്തേക്ക് ഒരു വെയിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇന്നൊരു 3ാമത്തെ ലോഡൊക്കെ എടുക്കുന്ന സമയമായപ്പോഴേക്കും ഭയങ്കര മഴയാണ്. ഏത് നിമിഷവും മഴ പെയ്യാന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിക്കാർക്കൊന്നും ഒരു പണിയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അങ്ങനെ നമ്മൾ നേരെ യാർഡിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാട്ടിക്കുളത്തുനിന്ന് നമ്മുടെ 54 യാർഡിലേക്ക് ഏകദേശം 4.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. നമുക്ക് കാട്ടിക്കുളത്ത് തന്നെ യാർഡുണ്ട്. നമ്മളെപ്പോഴും 54 യാർഡ് തന്നെയാണ് സാധനം എടുക്കാൻ വരുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം യാർഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് ആദ്യം എടുക്കാനുള്ളത് എംസാൻഡാണ്. അപ്പം നമ്മളിത് ഒരു പില്ലർ കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനാണ് നമ്മളിന്ന് മെറ്റലും എംസാൻഡും കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ നമ്മൾ യാർഡിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ എംസാൻഡ് ലോഡിങ് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിന്ന് 200 അടി വണ്ടിയാണെങ്കിലും നമുക്ക് 150 അടി സാധനം നമ്മൾ എടുക്കുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് എല്ലായിടത്തും മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ചെളിയായി കിടക്കുകയാണ്. മണ്ണൊക്കെ പുതിയ മണ്ണിട്ട സ്ഥലമായതുകൊണ്ട് വണ്ടി താഴുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു 150 അടിയും കൊണ്ട് പോകുന്നത്. അങ്ങനെ ബായി ഏകദേശം അളന്നിടുന്നുണ്ട്. കാരണം 200 അടി വണ്ടി ആയതുകൊണ്ട് ഉള്ളിൽ എന്തായാലും 150 ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. എന്നാലും അവർ ഒരു ബക്കറ്റിന് 10 അടി എന്നുള്ള കണ്ടീഷനിൽ അളന്നിടുന്നുണ്ട്. എങ്ങനെയായാലും സെയിം തന്നെ വരുള്ളൂ. അങ്ങനെ ഏകദേശം അളന്നിട്ട് ലോഡ് ഏകദേശം ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിക്കുളം മുള്ളംകൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമുക്കിന്ന് പോകാനുള്ളത്. ഇവിടെ തന്നെ 2 മുള്ളംകൊല്ലിയുണ്ട്. പുൽപ്പള്ളിയും മുള്ളംകൊല്ലിയുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കാട്ടിക്കുളത്തും മുള്ളംകൊല്ലിയുണ്ട്. അപ്പോൾ ഇന്ന് കാട്ടിക്കുളം മുള്ളംകൊല്ലിയിലേക്കാണ് നമുക്കിന്ന് പോകാനുള്ളത്. ഏകദേശം യാർഡിന്നൊരു കാട്ടിക്കുളം വരെ 4.5 കിലോമീറ്ററും അവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു 3 കിലോമീറ്ററും, മൊത്തം ഒരു 7.5 കിലോമീറ്ററാണ് നമുക്കിന്ന് ഓടാനുള്ളത് ലോഡിറക്കാനായിട്ട്. അപ്പോൾ ഇന്ന് 2 ലോഡ് എംസാൻഡ് നമ്മൾ 150 അടി തന്നെയാണ് ഇറക്കുന്നത്. മെറ്റൽ മാത്രം നമ്മളിന്ന് 200 അടി എടുക്കുന്നുള്ളൂ. കാരണം എംസാൻഡ് ഇടാൻ പറഞ്ഞ സ്ഥലത്ത് കുറച്ച് ചെളിയുള്ള സ്ഥലമാണ്. അവിടെ പ്ലാസ്റ്റിക് വിരിച്ചിട്ടാണ് നമ്മൾ ഇറക്കുന്നത്. അപ്പോൾ അങ്ങനെ ലോഡിംഗ് ഒക്കെ ഏകദേശമായി. എന്തായാലും കയറ്റി ഇട്ട ലോഡ് എന്തായാലും ഒന്ന് തട്ടി ലെവലാക്കിയിട്ട് ആ മാർക്കിങ്ങിന് അത് തന്നെയാണോ എന്ന് കൺഫേം ആക്കുന്നുണ്ട്. എന്തായാലും ലോഡ് ഇരിക്കുന്നതും മോശമാണല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും തട്ടി ലെവലാക്കിയിട്ടാണ് നമ്മളിപ്പം കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മൾ യാർഡിൽ നിന്ന് വിട്ടു. ഇപ്പോൾ ഏകദേശം നമ്മുടെ സൈറ്റിലേക്ക് എത്താനായിട്ടുണ്ട്. ഇത് നമ്മുടെ മുള്ളംകൊല്ലിയിൽ നിന്ന് സൈറ്റിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു പോക്കറ്റ് റോഡാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ആയിട്ട് തന്നെയാണ് നമ്മുടെ മന്ത്രി OR കേളുവിൻ്റെ വീടും ഉള്ളത്. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഇടത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ തന്നെയാണ് നമ്മുടെ സൈറ്റ്. റോഡ് സൈഡ് തന്നെയാണ്. ഒന്ന് റിവേഴ്സ് അങ്ങ് കയറാനുള്ളതേ ഉള്ളൂ. നേരെ താഴെ കാണാം. ഇപ്പോൾ ഈ വലതുവശത്ത് കാണുന്ന വീടും ആളുടെ തന്നെയാണ്, ആ സൈറ്റിൻ്റെ ആളുടെ തന്നെയാണ് ആ വീടും. അപ്പോൾ ഇതാണ് നമ്മുടെ സൈറ്റ്. ആ പ്ലാസ്റ്റിക് വിരിച്ചവിടത്തേക്കാണ് നമുക്കിന്ന് സാധനം ഇറക്കാനുള്ളത്. അങ്ങനെ നമ്മൾ താഴെ പോയി തിരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്. മേലെ നിന്ന് അവിടെ ഒറ്റയടിക്ക് ഒടിഞ്ഞ് കിട്ടില്ല. അപ്പം താഴെ തിരിച്ചിട്ട് വരികയാണെങ്കിൽ നേരെ റിവേഴ്സ് അങ്ങ് ഇറങ്ങാൻ പറ്റും നമുക്ക്. മതി ഇവിടെ അവിടെ മതി ബേക്കൊന്ന് മാറിക്കോ. പോട്ടെ പൊങ്ങിക്കോട്ടെ. ബേക്ക് വേണേ എടുത്തോ, ബേക്കോട് കുത്തിക്കോ. ഇറങ്ങോ, ഒരു ലോഡ് കൂടെ ഇടണ്ടേ? അധികം
അങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു ലോഡ് എംസാൻഡ് ഇറക്കി. ഇപ്പം രണ്ടാമത്തെ ലോഡ് എംസാൻഡ് എടുക്കാൻ വേണ്ടി നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുള്ളംകൊല്ലി നമ്മുടെ തൃശ്ശേരിക്കൊക്കെ പോകുന്ന വഴിക്കുള്ളൊരു വഴിയാണ്. ഇവിടെയാണ് നമ്മുടെ ജോൺസൺ മാഷിൻ്റെ കലാവിരുത്. നമ്മൾ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളതൊക്കെ മനസ്സിലാവും. ജോൺസൺ മാഷിൻ്റെ പലതരം കലകളാണ് ഈ വയലിൽ പുള്ളി എപ്പോഴും ചെയ്യുന്നത്. അവിടെ ഓരോ വയലിലും വ്യത്യസ്തമായിട്ടുള്ള നെല്ലുകളാണ്. അതിൻ്റെയൊക്കെ എന്തൊക്കെ പേരുകൾ എന്തൊക്കെയുണ്ടെന്നുള്ളത് അവിടെ തന്നെ വയലിലുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അത് കാണാനായിട്ടൊക്കെ ഇവിടെ എപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് യാർഡിലെത്തിയിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ലോഡ് എംസാൻഡ് നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതും നമ്മൾ 150 അടി തന്നെയാണ് എടുക്കുന്നത്. ഇതൊക്കെ കർണാടകത്തിൽ നിന്ന് വരുന്ന എംസാൻഡ് ആട്ടോ ഈ യാർഡുകളിലൊക്കെ ഉള്ളത്. ഇപ്പോൾ വയനാട്ടിൽ എല്ലാ യാർഡിലും കർണാടകത്തിൽ നിന്ന് വരുന്ന മെറ്റീരിയൽസ് തന്നെ ഉള്ളൂ. ആദ്യമൊക്കെ ആയിരുന്നു താഴെ നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് മുക്കം മലപ്പുറം ഭാഗത്തൊക്കെ പോയി എടുത്തിട്ട് വരുന്നത്. ഇപ്പോൾ എല്ലാ യാർഡിലും നമ്മുടെ കർണാടക സാധനം തന്നെയുള്ളൂ. കർണാടകത്തിലേക്കാണ് വണ്ടികളുടെയൊക്കെ ഒഴുക്കിപ്പോൾ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ലോഡ് എംസാൻഡും എടുത്തു. ഇപ്പം നമ്മൾ തൃശ്ശേരി ആനപ്പാറയിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആനപ്പാറയിൽ നിന്ന് ഇവിടുന്ന് ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മൾ വന്ന വഴി തന്നെയാണ്. പക്ഷെ നമ്മൾ ആദ്യത്തെ ലോഡ് നമ്മൾ കാട്ടുകുളം വഴി പോയി. ഈ രണ്ടാമത്തെ ലോഡ് നമ്മൾ ആനപ്പാറയിൽ കൂടിയാണ് പോകുന്നത്. നമ്മുടെ ഈ ജോൺസൺ മാഷിൻ്റെ നെല്ലിനങ്ങളും പുള്ളിൻ്റെ കലാവിരുദ്ധമൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ദിവസവും ഇവിടെ വന്നു പോകുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഉച്ച സമയത്താണ് നമ്മളിപ്പോൾ പോകുന്നത്. പക്ഷേ വൈകുന്നേര സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത്. ഒരുപാട് വണ്ടികളും കാര്യങ്ങളും എല്ലാ വയലിലും ഡീറ്റെയിൽസ് കറക്റ്റായി എഴുതി വെച്ചിട്ടുണ്ട്. പോയി അല്ലാതെ വലിക്കാം, അത് ഫ്രണ്ടിലോട്ട് വലിക്കാം. മതി പോട്ടെ. അങ്ങോട്ട് പോയാൽ ശരിയാന്ന് തട്ടിക്കഴിഞ്ഞാൽ മണ്ണാത്ത് പോകാം. വണ്ടി കൊണ്ട് തട്ടാൻ പറ്റുമോ? ചാക്ക് ഇരിക്കുന്നു. ഫ്രണ്ട് എടുക്കുമ്പോൾ കറങ്ങും കേട്ടോ. ഫ്രണ്ട് എടുക്കും ചില്ലാണ്ടാക്കി. അത് കഴിഞ്ഞാൽ സാധിക്കാം. അങ്ങനെ രണ്ടാമത്തെ ലോഡ് എംസാൻഡും തട്ടി നമ്മളിപ്പോൾ തിരിച്ച് യാർഡിൽ തന്നെ എത്തിയിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ ലോഡ് എംസാൻഡ് അവിടെ തട്ടുമ്പോൾ തന്നെ ചെറുതായിട്ട് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ യാർഡിലെത്തിയപ്പോഴേക്കും ഭയങ്കരമായിട്ടങ്ങ് മഴ പെയ്തു. ഇപ്പോൾ നേരത്തെ ഫസ്റ്റത്തെ ലോഡൊക്കെ എടുക്കുന്ന സമയത്തുണ്ടായ കാലാവസ്ഥയേ അല്ല ഇപ്പോൾ. ഇപ്പോഴത്തെ കാലാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു വലിയൊരു മഴക്കാലത്തുള്ളൊരു സിറ്റുവേഷൻ ഫീലിങ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. കാരണം അത്രയ്ക്ക് നല്ലൊരു മഴ പെയ്തിട്ട് ഇപ്പോൾ തോർന്നിരിക്കുകയാണ്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചാറുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. നമ്മൾ രാവിലത്തെ വെയിൽ കണ്ടിട്ട് നമുക്കൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇന്നിപ്പോൾ ആ വെയിൽ കണ്ടിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് ലോഡ് ഇറക്കാൻ തീരുമാനിച്ചത്. ഇന്നിപ്പോൾ ഇവിടെ 2 ലോഡ് ഇറക്കി കഴിഞ്ഞപ്പോഴേക്കും കാലാവസ്ഥ അങ്ങ് മാറി. ഇപ്പോൾ വീണ്ടും മഴയായി. ഇപ്പോൾ നമ്മൾ മെറ്റലാണ് എടുക്കുന്നത്. മെറ്റൽ നമ്മൾ 200 അടി തന്നെ എടുക്കുന്നുണ്ട്.
എന്താ വെച്ച് കഴിഞ്ഞാൽ മെറ്റലിടുന്ന സ്ഥലത്ത് കുറച്ച് ഉറപ്പുള്ള സ്ഥലം, നമ്മളിതിന് മുമ്പ് കല്ല് തട്ടിയിട്ട് കുറച്ച് ഉറപ്പുള്ള സ്ഥലം ആയതുകൊണ്ടാണ് നമ്മൾ 200 അടി തന്നെ എടുക്കുന്നത്. മെറ്റൽ ഈ പറഞ്ഞ പോലെ 2 ലോഡാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ മഴ കാരണം നമുക്ക് എന്തായാലും ഇനി 1 ലോഡ് അടിച്ചാൽ മതി എന്നാണ് ഇപ്പം പാർട്ടി പറഞ്ഞത്. അപ്പം എന്തായാലും ബാക്കി 1 ലോഡ് നമുക്ക് നാളെ കോൺക്രീറ്റിൻ്റെ ഇടയ്ക്ക് അടിക്കാമെന്നാണ് പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ സിമെൻറ്റും കമ്പിയും കാര്യങ്ങളൊക്കെ ഇറക്കണം. അപ്പം അതിനുള്ള സ്പേസ് ഉണ്ടാവില്ല, വണ്ടി റോട്ടിലായി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിന്ന് 1 ലോഡ് മെറ്റലും കൂടി ഇട്ടിട്ട് നിർത്തുകയാണ്. ബാക്കി നാളെ കോൺക്രീറ്റിൻ്റെ സമയത്ത് ഇറക്കും. ഇന്ന് തന്നെ ഇപ്പം നമ്മൾ മെറ്റൽ ഇറക്കുന്ന സമയത്ത് തന്നെ മഴ പെയ്തിട്ട് വണ്ടി കുറേ കറങ്ങി കളിക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ പിന്നെ നേരത്തെ ഇറക്കി എംസാൻഡൊക്കെ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് എംസാൻഡൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വണ്ടി കയറ്റിയത്. അങ്ങനെ മെറ്റലും ലോഡായി നമ്മളിപ്പോൾ കാട്ടിക്കുളം ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. ഈ പ്രശ്നം നമ്മൾ കാട്ടിക്കുളത്ത് കൂടെയാണ് പോകുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെറ്റൽ ഇറക്കാനുള്ളൊരു സഹായ കാര്യങ്ങൾ അവിടെ ഇല്ല. അപ്പോൾ നമുക്ക് കാട്ടിക്കുളത്ത് പച്ച നെറ്റ് മേടിച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു വരുമ്പോൾ മേടിച്ചിട്ട് വരണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം കാട്ടിക്കുളം വഴി പോകുന്നത്. മൊത്തത്തിൽ ഇപ്പോൾ നല്ല മഴയാണ്. ഏകദേശം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെ മഴ തന്നെയായിരുന്നു നമ്മുടെ ഈ ഭാഗത്ത്. നാളത്തേക്ക് ഇനി എന്താവുന്ന അവസ്ഥയൊന്നും പറയാൻ പറ്റില്ല. ഒരു പണിയില്ലായിരുന്നു. മെല്ലൊന്ന് ഇടയ്ക്കൊന്ന് അനങ്ങി വരും, വീണ്ടും മഴ പെയ്യും. എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ സീസൺ എന്താവുന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് മോശം അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം കാട്ടിക്കുളത്താനായിട്ടുണ്ട്. ഈ കാട്ടിക്കുളത്ത് നെറ്റ് മേടിച്ചിട്ട് വേണം നമുക്കിനി നേരെ സൈറ്റിലേക്ക് പോകാനായിട്ട്. വലിഞ്ഞു പോവാ. വലിച്ചു മുന്നോട്ടോട്ടെ, കറങ്ങുണ്ടോ വണ്ടി? നിവർത്തിക്കാം. പോട്ടെ. അധികം